ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും എഡ്ജു അപ്പ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ രാജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുറെ ആളുകൾ കാത്തിരിക്കുന്ന RRB ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 2025 ആക്ച്വലി 2024 വിളിക്കേണ്ടതായിരുന്നു, പക്ഷെ 2025 ജനുവരി അല്ലേ, നമുക്ക് 20-21 ആയപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ അത് കുറെ പേര് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിൽ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. ക്വാളിഫിക്കേഷന്റെ കാര്യത്തിൽ കുറെ പേർക്ക് സംശയം ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് മതിയോ, ITI മതിയോ, അല്ലെ, എന്തൊക്കെയാണ് അതിന്റെ സ്റ്റേജസ്, എത്ര വാക്കൻസി ഉണ്ട്, എത്രയാണ് ഏജ് ലിമിറ്റ്, ഏത് ഡേറ്റ് ഓഫ് ബർത്ത് ടു ഏത് ഡേറ്റ് ഓഫ് ബർത്ത്, അല്ലെ, ആ ഡേറ്റ് ഏത് ഡേറ്റിന്റെ ഉള്ളിൽ ജനിച്ചാൽ എനിക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരുപാട് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. എന്താണ് സിലബസ്, എത്ര സ്റ്റേജ് ഉണ്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടും. ഓക്കെ, സോ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ 2025 എന്ന് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്, പക്ഷെ ആക്ച്വലി ഇത് 2024 വിളിക്കേണ്ടതായിരുന്നു കേട്ടോ. സോ അതുകൊണ്ടാണ് ഇവിടെ 2025 ജനുവരിയിൽ വിളിച്ചുകൊണ്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. സോ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അതിന് മുമ്പ് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ നമ്മൾ ഇന്ന് ജനുവരി 21 കൃത്യം എപ്പോഴാണ് 1 മണിക്കാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ആളുകളിൽ ജോയിൻ ചെയ്യാം. എഡ്ജു ഹബ് ഓൺലൈൻ സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അതിനോടൊപ്പം ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ഇന്ന് വന്നു. നമ്മൾ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി ഒരു മാത്സ് കോഴ്സ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ട് മാത്സ് കോഴ്സ് നമ്മൾ നടത്തുന്നുണ്ട്. സോ അതിന്റെ ഡീറ്റെയിൽസ് താല്പര്യമുള്ള ആളുകൾക്ക്, ഗ്രൂപ്പ് ഡി സീരിയസ് ആയി നോക്കുന്ന ആളുകളുണ്ട്, കണക്ക് കുറച്ച് പ്രശ്നമാണ്, കാരണം കണക്കിന് സ്പീഡ് വേണം. നിങ്ങൾക്കറിയാം, PSC പോലെയല്ല എക്സാം. സോ സ്പീഡ് വേണം. സോ അതിനനുസരിച്ചിട്ടുള്ള ഷോർട്ട് കട്ടുകളും ബാക്കി ട്രിക്കുകളും ഒക്കെ വെച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ പോലും ഒരു 10ാം ക്ലാസ് സാധാരണ 10ാം ക്ലാസ്സുകാരന് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. സോ അത്തരത്തിലുള്ള നമ്മുടെ മാത്സ് ക്ലാസ് താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അതിൽ നിന്ന് കിട്ടും. ഓക്കെ, നമുക്ക് വാട്സാപ്പിലേക്ക് വരും, നിങ്ങൾക്ക് വാട്സാപ്പിൽ ചോദിക്കാം എന്തൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, സോ ജോയിൻ ചെയ്യാത്തവരുണ്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അപ്പം നമ്മുടെ കോഴ്സിന്റെ കാര്യം മറക്കണ്ട. ഓക്കെ, സോ ഇതാണ് നോട്ടിഫിക്കേഷൻ നമ്പർ 08/2024 ആണ് കേട്ടോ. 08/2024. ഈ 2024 വരുന്ന റെയിൽവേന്റെ ഭാഗത്ത് നിന്ന് അവസാനത്തെ നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഇത്. ഓക്കെ, സോ ഇതായിരുന്നു അതിന്റെ കവർ പേജ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ റിക്രൂട്ട്മെന്റ് ഓഫ് വേരിയസ് പോസ്റ്റ് ഇൻ ലെവൽ 1 ഓഫ് 7th CPC പേ മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്. അല്ലെ, നമുക്കറിയാം ഇപ്പൊ 8th പേ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബേസിക് പേയും ബാക്കി കാര്യങ്ങളൊക്കെ മാറും. അതൊരു വലിയ ടോപ്പിക്കാണ്, അതിലേക്ക് നമുക്ക് കടക്കുന്നില്ല. സോ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് നോട്ടീസ് വരുന്നത്, ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഇൻഡിക്കേറ്റീവ് നോട്ടീസ് വരുന്നത് നിങ്ങൾക്ക് 28/12/2024 കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒരു ഇൻഡിക്കേറ്റീവ് നോട്ടീസ് അല്ലെ, നമ്മളത് ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഒരു നോട്ടീസിന്റെ കാര്യം. അതിനുശേഷം പബ്ലിക്കേഷൻ വരുന്നത് 22/1, അതായത് നാളെ ജനുവരി 1-നാണ് പബ്ലിക്കേഷൻ വരുന്നത്. അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നത്. അതിന് തൊട്ടടുത്ത ദിവസം 23 ജനുവരി മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലിക്കേഷൻസ് കൊടുത്തു തുടങ്ങാം. എന്ന് വരെ 22 ഫെബ്രുവരി വരെ, അതായത് 1 മന്ത് ടൈം ഉണ്ട്. ഓക്കെ, ഒരു മാസം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ടൈം ഉണ്ട്, ജനുവരി 1 മുതൽ. ഓക്കെ, പിന്നെ ഫീസ് ഈ ഇതിന് ശേഷം, അതായത് 22-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് 23-ാം തീയതി to 24-ാം തീയതി വരെയും കൂടി നിങ്ങൾക്ക് എന്താണ് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനുള്ള ടൈം ഉണ്ട്. അതൊന്നും കാത്തു കണ്ട അപ്ലൈ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുക, അപ്പൊ തന്നെ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുക. അതും ഓൺലൈനാണ്. എത്രയാണ് ആപ്ലിക്കേഷൻ ഫീസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഒരു കറക്ഷൻ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ, കറക്ഷൻ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ കറക്ഷൻ വിൻഡോ മോഡിഫിക്കേഷൻ വരും. മോഡിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും, അതായത് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. എന്തെങ്കിലും കറക്ഷൻ ഒക്കെ ചെയ്യാം. അത് 25-ാം തീയതി മുതൽ 6-ാം തീയതി വരെ, ഓക്കെ, മാർച്ച് 6-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറക്ഷൻ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുത്ത നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതിനൊരു വെബ്സൈറ്റ് ഉണ്ട്, RRC അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഒരു RRBയുടെ വെബ്സൈറ്റ് കയറിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്ലൈ ഓൺലൈൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ RRB എക്സാമിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ PSC ഒക്കെ 1 ടൈം ചെയ്യുന്നത് പോലെയാണ് അല്ലെ. ആദ്യം നിങ്ങൾ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത ഒരു എക്സാം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ക്വാളിഫിക്കേഷൻ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനത്തെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ പോലെ തന്നെ. അപ്പൊ ഡേറ്റുകൾ മറക്കണ്ട, 23 ജനുവരി മുതൽ 22 ഫെബ്രുവരി വരെയാണ്. ഒരു മാസം കണക്കാക്കിയാൽ ബാക്കി ഡേറ്റിൽ നിന്ന് നോക്കണ്ട. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് എത്ര വാക്കൻസി ഉണ്ടെന്നുണ്ട്. ഗ്രൂപ്പ് ഡി എക്സാമിന് എത്ര വാക്കൻസി ഉണ്ടെന്നുള്ളതാണ്. ഇനീഷ്യൽ പേ വരുന്നത് 18,000 ആണ്. അതിലേക്കറിയാം ബേസിക് പേ അല്ലെ, 18,000 ആണ്. മെഡിക്കൽ സ്റ്റാൻഡൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഏജ് വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, മൊത്ത വാക്കൻസി വരുന്നത് 32,434 വാക്കൻസിയാണ്. ഇത് ഓൾ ഇന്ത്യ വാക്കൻസിയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ.
18-36 ഇതിൽ ഇനി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരരുത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, 18-36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യും. എന്തുകൊണ്ടാണ് ഈ 36 വയസ്സ് എന്ന് വെച്ചാൽ സാധാരണ 18-33 പറയാറ്. ഇത്തവണ എന്താണെന്ന് വെച്ചാൽ കോവിഡ് കാരണം അല്ലെ, കൊറോണ കാരണം ഒരു 3 വർഷം 3 ഇയേഴ്സിന്റെ ഒരു ഏജ് റിലാക്സേഷൻ കൂടി തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് 36 ആയത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ ഇതിന് പുറമെ നിങ്ങൾക്ക് എന്ത്, നിങ്ങളൊരു OBC കാറ്റഗറിക്കാരാണെങ്കിൽ ഒരു 3 വർഷം കൂടി ഇതിനൊപ്പം കിട്ടും. അപ്പൊ എത്രയാണ്? 39 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുമാതിരി SC/ST കാറ്റഗറിപ്പെട്ട ആളുകൾക്കാണെങ്കിൽ ഒരു 5 വർഷം എക്സ്ട്രാ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് 36 എന്നുള്ളത് എന്തായിരിക്കും? 41 ആയിരിക്കും. അപ്പൊ ക്ലിയർ ആയല്ലോ? ജനറൽ കാറ്റഗറിക്കാർക്ക് 18-36, OBC കാറ്റഗറിക്കാർക്ക് 18-39, ഓക്കെ, പിന്നെ SC/ST-കാർക്ക് 18-41. ഇങ്ങനെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, ക്വാളിഫിക്കേഷൻ വരുന്നത് ഒരു സംശയവും വേണ്ട, 10ാം ക്ലാസ് പാസ് ഓർ ഒന്നുമില്ലെങ്കിൽ 10ാം ക്ലാസ് പാസ് ആയിരിക്കണം, അല്ലെങ്കിൽ ITI. ഇതുമല്ലെങ്കിൽ അതിന്റെ ഇക്വലന്റ് ഏതാ വെച്ചാൽ ഓക്കെ ഫൈൻ. അതുമല്ലെങ്കിൽ എന്താണ്, നമ്മുടെ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. റെയിൽവേന്റെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് NAC ഗ്രാൻഡഡ് ബൈ NCVT സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ 10ാം ക്ലാസ് ആവാം, അല്ലെങ്കിൽ ITI ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞ ആളുകളായിരിക്കാം. ഇപ്പൊ ക്ലിയർ ആയല്ലോ? സോ ഇതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ഇനി ഏജ്, കുറെ ആളുകളാണ് ഞാൻ ബോർഡർ ഏജിലുള്ള ആളുണ്ട്, ഇപ്പൊ ഈ വർഷം എനിക്ക് 33 ആവും, അങ്ങനെയുള്ള ആൾ കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾക്ക് 18-36 ഏജ് ഗ്രൂപ്പില് UR ആളുകൾക്ക് എന്താണ് 1989 അതാണ് അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്, അപ്പർ ലിമിറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്. ഇതിന് ശേഷം 2/1/1989 ശേഷം പിന്നെ ഇത് UR. ഇതേമാതിരി OBC നോൺ ക്രിമിനൽ വരുന്ന ആളുകൾക്ക് 2/1/1986 ശേഷം ജനിച്ച ആളുകൾ. ഓക്കെ, 1/1/1986 പറ്റുമോ വെച്ചാൽ പറ്റില്ല, മുംബൈ പോയി. സോ 2/1 അതിന് ശേഷവും ജനിച്ച ആളുകൾ. പിന്നെ SC/ST ആളുകൾക്ക് 2/1/1984. സോ ക്ലിയർ ആയല്ലോ? ഓക്കെ, സോ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1/1/2000. ഇതിന് എല്ലാവർക്കും കാരണം 18 വയസ്സെങ്കിലും മിനിമം ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 2007 1/1/2007 ജനിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡേറ്റ് മറക്കണ്ട. ഈ പറഞ്ഞ ഡേറ്റിന് ശേഷം ജനിച്ച ആളുകൾക്ക് SC/ST അങ്ങനെ, OBC ആണെങ്കിൽ അങ്ങനെ, EWS UR ആണെങ്കിൽ അങ്ങനെ, ഇതിന് ശേഷമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇനി എക്സാം ഫീസ് വരുന്നത് അതായത് 500 രൂപയാണ്. ഓക്കെ, ഇനി അതിൽ തന്നെ ഡിസേബിൾഡ് ആയ ആളുകൾ, ഫീമെയില്, ട്രാൻസ്ജെൻഡർ, SC/ST, മൈനോറിറ്റി, ഇത്തരം ആളുകൾക്കൊക്കെ എന്താണ് 250 രൂപയുള്ളൂ. ക്ലിയർ ആയി? അപ്പൊ ജനറൽ പ്ലസ് OBC ആളുകൾക്ക് 500 രൂപയാണ് ഫീസ്. ആ ഫീസ് തന്നെ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 400 രൂപ തിരിച്ചു കിട്ടും. അതേപോലെ SC/ST OBC അല്ലെങ്കിൽ PWD കാറ്റഗറി, PWBD കാറ്റഗറിയോ അല്ലെങ്കിൽ ആ പറഞ്ഞ കാറ്റഗറി ഏതെങ്കിലും വരുന്ന ആളുകൾക്കാണെങ്കിൽ നിങ്ങൾ ഫീമെയില് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ 250 രൂപയെ എന്താണ് തിരിച്ചു കിട്ടും എന്നാണ് പറയുന്നത്. സോ ഇവിടെ ആക്ച്വലി എഫക്റ്റീവ്ലി അപ്പൊ എത്ര വരുന്നത്? 100 രൂപ മാത്രമാണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത്. ഇതിൽ നിന്ന് ബാങ്ക് ചാർജ് വെച്ചാൽ അതുകൊണ്ട് കുറച്ചിട്ട് ബാക്കി കിട്ടും കേട്ടോ. അപ്പൊ കറക്റ്റ് 400 കിട്ടില്ല, അതിൽ നിന്ന് ബാങ്ക് സർവീസ് ചാർജ് കുറച്ചിട്ട് നിങ്ങൾക്ക് എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറും. എങ്ങനെ? നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ. ഓക്കെ, എക്സാം എഴുതാണ് നിങ്ങൾ വെറുതെ 500 രൂപയും കൊടുത്തിട്ട് എനിക്ക് റീഫണ്ട് വരുമ്പോൾ കാര്യമില്ല. ക്ലിയർ ആയല്ലോ? എക്സാം ഫീസും പറഞ്ഞു. ഇനി എത്ര സ്റ്റേജസ് ഉണ്ടെന്നുള്ളത് പറയാം. മെയിൻ ആയിട്ട് ഒരു കമ്പ്യൂട്ടർ ടെസ്റ്റും ഒരു ഫിസിക്കൽ ടെസ്റ്റും ആണ് ഉള്ളത്. ഓക്കെ, കമ്പ്യൂട്ടർ ടെസ്റ്റിന് 90 മിനിറ്റ് 1.5 മണിക്കൂറിൽ 100 ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അത് ഏതൊക്കെയാണ്? ജനറൽ സയൻസിന് 25 ചോദ്യം, മാത്സിൽ 25 ചോദ്യം, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30 ചോദ്യം, പിന്നെ ജനറൽ അവയർനെസ് കറണ്ട് അഫയേഴ്സിന് 20 ചോദ്യം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ജനറൽ ഇന്റലിജൻസ് റീസണിങ് പ്ലസ് ഇവിടെ മാത്തമാറ്റിക്സ്, ഈ 2 സബ്ജക്ട് സാധാരണ നമുക്ക് PSC പഠിക്കുന്ന ആളുകൾ എന്താണ്, നമ്മൾ ജനറൽ അവയർനെസ്, ജനറൽ സയൻസ് അങ്ങനെ GK കൂടുതൽ പഠിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ 25, 30, 55 മാർക്ക് വരുന്നത് മാത്സും റീസണിങ്ങും മാത്രമാണ്. 100ൽ 55 മാർക്ക് അവിടെ തന്നെ വന്നു. പിന്നെ കറണ്ട് അഫയേഴ്സും ജനറൽ അവയർനെസ്സും കൂടി 20 മാർക്ക് വന്നു അല്ലെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സയൻസ് വിഷയങ്ങൾക്ക് 25 മാർക്ക് വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ PSC പോലെ അല്ല പഠിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മാത്സ് കോഴ്സിനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം അതാണ്. എന്താണ്, നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ സ്പീഡ് വേണം. കാരണം സമയം എന്ന് പറയുന്നത് ഇവിടെ 90 മിനിറ്റേ ഉള്ളൂ. 90 മിനിറ്റും 100 ചോദ്യങ്ങളുമാണ്. സോ ഒരു ചോദ്യം ചെയ്യാൻ 1 മിനിറ്റ് പോലും നിങ്ങൾക്കില്ല. ആ സമയത്താണ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്തത്. മാത്സും റീസണിങ്ങും ഒക്കെ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇത് വെറും 1 വേർഡ് പോലെ നമ്മുടെ ജനറൽ സയൻസ് ഒക്കെ നമുക്ക് വിഷയമല്ല. കാരണം ഉത്തരം പെട്ടെന്ന് മാർക്ക് ചെയ്ത് പോയാൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ട ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ സ്പീഡാണ് ഇവിടെ ഇമ്പോർട്ടൻസ്.
PSC പോലെ നിങ്ങൾ ഒരുപാട് ടൈമും ഇല്ല, കാരണം ഒരു ചോദ്യം ചെയ്യാൻ 1 മിനിറ്റ് പോലും ടൈമില്ല. ഓക്കെ, അതിലേക്ക് വരാം. അപ്പൊ ഇനി അത് പറയാം. ഇപ്പൊ ഇതാണ് ഫസ്റ്റ് എക്സാം ഉണ്ടാവുക. ഇത് നിങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം ഒരു ഷിഫ്റ്റ് ആയിട്ട് 2 ഷിഫ്റ്റ് ആയിട്ട് അങ്ങനെ ആളുകളുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾക്ക് ഒരു ദിവസം എക്സാം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 2-3 ഷിഫ്റ്റ് ഒക്കെ ആയിട്ട് ആളുകളുടെ എണ്ണം അനുസരിച്ച് നടത്തും. അത് കഴിഞ്ഞിട്ട് മൊത്ത വാക്കൻസിയുടെ 3 ഇരട്ടി ആളുകളെ സെലക്ട് ചെയ്യും, ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യും. ഇപ്പൊ 100 വാക്കൻസി ആണെങ്കിൽ 300 ആളുകളെ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് അത് പാസ്സായ ആളുകൾ എടുക്കും. എന്നിട്ട് ആ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്ന 1:1 എന്നുള്ള റേഷ്യോയിൽ എടുക്കുള്ളൂ. എത്ര വാക്കൻസി ഉണ്ടോ അത്ര ആളുകൾ എടുക്കുള്ളൂ. ഇപ്പൊ 100 വാക്കൻസി ഉണ്ടെങ്കിൽ ഈ ആദ്യത്തെ 100 ആളുകളാണ് ആദ്യം കൺസിഡർ ചെയ്യുക. ക്ലിയർ ആയല്ലോ? അപ്പം ഇവിടെ 3 ഇരട്ടി ആളുകൾ എടുത്തു, 300 ആളുകൾ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യുന്നു. ഫിസിക്കൽ അറ്റൻഡ് ചെയ്ത് പിന്നെ വരുന്ന ഫസ്റ്റ് ലിസ്റ്റില് അത് ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വേണ്ടിയുള്ള ലിസ്റ്റ് ആയിരിക്കും. ആ ലിസ്റ്റിൽ ആ 100 ആളുകൾ, 100 വാക്കൻസി ആണെങ്കിൽ 100 ആളുകളെ മാത്രമേ എടുക്കുള്ളൂ. അതിൽ കുറച്ച് ആളുകൾ വരാത്തതൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും ഒരു DV വിളിക്കും. മനസ്സിലായോ? അത് കഴിഞ്ഞ് വീണ്ടും ഒരു DV. അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സ് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അത് കഴിഞ്ഞ യൂഷ്വലി മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. സോ ഇത് 2 നമ്മുടെ കയ്യിൽ കാര്യമായിട്ടൊന്നും ഇല്ല, നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. ഈ ഫിസിക്കലും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുമാണ് സ്റ്റേജുകൾ. ക്ലിയർ ആയല്ലോ? അത് കഴിഞ്ഞിട്ട് വാക്കൻസിനെ കുറിച്ച് പറയാം. ഇതിൽ ഒരുപാട് വാക്കൻസി ഉണ്ട്. ഞാൻ ഒരുപാട് എന്താ പറയുക വീഡിയോ നീട്ടിക്കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ RRB ചെന്നൈ, സദർൺ റെയിൽവേന്റെ മാത്രം ഇത്തവണ എന്താന്ന് വെച്ചാൽ RRB തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ടും RRB ചെന്നൈ സെപ്പറേറ്റ് ആയിട്ടല്ല കൊടുത്തിട്ടുള്ളത്. ഇവിടെ റെയിൽവേ വൈസ് ആണ് വാക്കൻസി കൊടുത്തിട്ടുള്ളത്, ശ്രദ്ധിക്കണം. അപ്പൊ തിരുവനന്തപുരത്ത് ഒഴിവുകൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഇവിടെ ആകെ പറഞ്ഞ സദേൺ റെയിൽവേ എന്ന് പറഞ്ഞാൽ, അപ്പൊ സദേൺ റെയിൽവേന്റെ അണ്ടറിൽ അറിയാത്ത ആളുകളുടെ ശ്രദ്ധിച്ചോ, സദേൺ റെയിൽവേ എന്ന് പറയുന്നതിന്റെ അണ്ടറിൽ 2 RRB ഉണ്ട്. ഓക്കെ, സദേൺ റെയിൽവേന്റെ അണ്ടറിൽ ഒന്ന് RRB ചെന്നൈ ഉണ്ട്, ഒന്ന് RRB തിരുവനന്തപുരം ഉണ്ട്. ഓക്കെ, തിരുവനന്തപുരം ഈ 2 സാധാരണ തന്നെ RRB ചെന്നൈയിൽ ഇത്ര വാക്കൻസി, RRB തിരുവനന്തപുരത്ത് ഇത്ര വാക്കൻസി എന്നാണ് പറയാം. നമ്മുടെ കേരളത്തിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ RRB തിരുവനന്തപുരത്തിന്റെ അടിയിൽ വരുന്ന എന്തൊക്കെയാണ്, പാലക്കാട് ഡിവിഷൻ, പിന്നെ അതേമാതിരി ട്രിവാൻഡ്രം ഡിവിഷൻ. ഓക്കെ, ഈ 2 ഡിവിഷനിലും ആണ് വാക്കൻസി വരാറ്. പക്ഷെ ഇത്തവണ ഇങ്ങനെ സെപ്പറേറ്റ് വാക്കൻസി കൊടുക്കാണ്ട് സദേൺ റെയിൽവേയിൽ മൊത്തം വാക്കൻസി ഇത്രയും, അതിൽ എത്ര എണ്ണമാണ് ചെന്നൈന്റെ അണ്ടറിൽ തമിഴ്നാട് വരുന്നത്, എത്ര എണ്ണമാണ് കേരളത്തിൽ വരുന്നത് നമുക്കറിയില്ല. ഓക്കെ, അത് ശ്രദ്ധിക്കുക കേട്ടോ. കഴിഞ്ഞ വർഷം അങ്ങനെയല്ലായിരുന്നു. RRB തിരുവനന്തപുരത്തിൽ വാക്കൻസി ഉണ്ടെങ്കിൽ ഇത്ര വാക്കൻസി RRB തിരുവനന്തപുരം, ഇത്ര വാക്കൻസി RRB ചെന്നൈയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ റെയിൽവേ വൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. സദേൺ റെയിൽവേന്റെ അണ്ടറിൽ ഇത്ര എണ്ണം എന്നാണ് പറഞ്ഞത്. ഇതിൽ ഇവരെ പറഞ്ഞിട്ടുണ്ട് ഇത് ഇൻക്ലൂഡിങ് ICF ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി, ചെന്നൈയിലുള്ള ആ ഫാക്ടറി, അവിടുത്തെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയത്തെയും കൂടി ഒഴിവുകൾ കണക്കാക്കിയിട്ടാണ് ഈ ഒരു ഒഴിവ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ കുറെ പോസ്റ്റുകൾ ഉണ്ട്, SNT, അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ്. ഇതിനെല്ലാത്തിനും ക്വാളിഫിക്കേഷൻ ഒന്ന് തന്നെയാണ്, 10th or ITI or അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഫൈൻ. ഇവിടെ 14 പോസ്റ്റുകൾ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എല്ലാ വർഷത്തെയും പോലെ ഏറ്റവും കൂടുതൽ പോസ്റ്റുകൾ വന്നിട്ടുള്ളത് ഇവിടെ ടോട്ടൽ നോക്കാം കേട്ടോ. ഇവിടെ ഇതൊക്കെ എക്സ് മിലിറ്ററി ഉണ്ട്, പിന്നെ പേഴ്സൺ വിത്ത് ഡിസേബിൾഡ് ആയ ആളുകളല്ലേ, അല്ലെ, വിഷ്വലി ഇമ്പയർഡ്, അങ്ങനെ കുറെ ആളുകളുണ്ട്. സോ അങ്ങനത്തെ ആളുകൾക്കൊക്കെയുള്ള പോസ്റ്റുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് ജനറൽ ആയിട്ടുള്ള പോസ്റ്റുകളാണ് നോക്കാം. മൊത്തം വരുന്നത് ഏറ്റവും കൂടുതൽ വാക്കൻസി വരുന്നത് ട്രാക്ക് മെയിൻറ്റെയിനർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന എല്ലാ വർഷത്തെയും പോലെ തന്നെ 1129 വാക്കൻസിയാണ്. ഓക്കെ, പിന്നെ ബാക്കി ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉണ്ട്. അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വാഗണിൽ 313 ഉണ്ട്. പിന്നെ അസിസ്റ്റന്റ് വർക്ക്ഷോപ്പിൽ 445 വാക്കൻസി ഉണ്ട്. സോ ഇത്രയും വാക്കൻസി, അതായത് മൊത്തം വരുന്ന 2694 വാക്കൻസി റെയിൽവേയിൽ ടോട്ടൽ വരുന്ന ഈ ഒരു വാക്കൻസി എന്ന് പറയുന്നത് എവിടെയാണ്, മൊത്തം ചെന്നൈയിൽ വരുന്ന വാക്കൻസിയാണ്. ക്ലിയർ ആയോ? അപ്പൊ ചെന്നൈയിൽ മാത്രം 2500ഓളം വാക്കൻസി, ചെറുതൊന്നുമല്ല. കഴിഞ്ഞ വർഷത്തെ ഗ്രൂപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ചെറുതായി തോന്നും, പക്ഷെ ഇതത്ര മോശം വാക്കൻസി ഒന്നും ആയിട്ട് കണക്കാക്കണ്ട. കാരണം ഇതിൽ നിങ്ങൾക്ക് കേരളത്തിലാണോ തമിഴ്നാടാണെന്നുള്ളതൊക്കെ അത് ഡിപ്പെൻസ്. RRB വൈസ് കൊടുത്തിട്ടില്ല, ഇവിടെ റെയിൽവേ വൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും പോസ്റ്റുകൾ, മൊത്തം 14 പോസ്റ്റുകൾ. ഇത് നിങ്ങൾ താല്പര്യപ്പെടുന്നത് സദേൺ റെയിൽവേയിൽ എഴുതാനാണെങ്കിൽ മാത്രം, ബാക്കിയുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ കിട്ടും. അപ്പൊ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയല്ലോ, എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് എന്നുള്ളത്. സോ നമ്മൾ ഏജ് ലിമിറ്റ് പറഞ്ഞു, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, ബാക്കി എത്ര സ്റ്റേജുകൾ ഉണ്ട്, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന വീഡിയോയിൽ പറയാം. ഇത് ജസ്റ്റ് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ പറഞ്ഞത്. എന്ന് മുതൽ എന്ന് വരെ നമ്മൾ ഡേറ്റ് മറക്കണ്ട. ഓക്കെ, ജനുവരി മുതൽ ഫെബ്രുവരി വരെയുള്ള ആ ഒരു ടൈം പീരീഡ് ഞാൻ 1 മാസം ടൈം പീരീഡ് പറഞ്ഞു. സോ അതിനുള്ളിൽ മാക്സിമം അപ്ലൈ ചെയ്യാം. നന്നായിട്ട് പ്രിപ്പറേഷൻ പോട്ടെ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ മാത്സ് കോഴ്സിന്റെ കാര്യം. മാത്സ് താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ക്ലിയർ ആയല്ലോ? സോ ഇത്രയേ ഉള്ളൂ. സോ നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ആൾക്ക് ഞാൻ വീണ്ടും പറയാം, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ കാര്യങ്ങളെല്ലാം ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.